കേന്ദ്ര സർക്കാർ ഇറക്കുമതി ചുങ്കം കുറയ്ക്കാനെടുത്ത തീരുമാനം കേരളത്തിലെ സാധാരണ റബ്ബർ കൃഷിക്കാരെ ഏറെ എന്തുകൊണ്ടാണ് ഈ തീരുമാനത്തെ ശക്തമായി കേരള കോൺഗ്രസ് എതിർക്കുന്നത്. ഇന്നലെ ജില്ലാതലത്തിൽ സമരം നടത്തി. 31-ാം തീയതി അത്യുജ്വലമായ സമരം രാവിലെ 9:30 മുതൽ 5:30 മണിവരെ ഉപവാസ സമരം തിരുനക്കരമായി നടക്കുകയാണ്. ശ്രീ ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലും സമരം നടന്നു. അപ്പോൾ ഈ സമരം കൊണ്ട് ഈ തീരുമാനത്തെ മാറ്റിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് ശക്തമായ സമര പരിപാടികൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് നീക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ഏറെ ബാധിക്കുന്ന ഈ തീരുമാനം ഒരിക്കലും ആശാവഹമല്ല. കഴിഞ്ഞ ഏതാനും വർഷമായി കേരളത്തിലെ സാധാരണക്കാരായ റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ച് അവരെ മനസ്സമാധാനത്തോട് ജീവിക്കുകയായിരുന്നു. ആ സാധാരണക്കാരുടെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഈ തീരുമാനം ഒരിക്കലും കൃഷിക്കാർക്കോ സാധാരണക്കാർക്കോ ഗുണകരമല്ല. ഏതാനും സമ്പന്ന ലോബിക്കും വ്യവസായ ലോബിക്കും വേണ്ടി മാത്രം എടുത്ത തീരുമാനമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ച സമരത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് 20% എന്നുള്ള ഇമ്പോർട്ട് ടാക്സ് 7% കുറച്ചുവെങ്കിലും വീണ്ടും അത് 13.5 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും കിലോഗ്രാമിന് 20 രൂപ ടാക്സ് ഏർപ്പെടുത്തുന്നു. ഇത് പര്യാപ്തമല്ല. യഥാർത്ഥത്തിൽ നിലവിലുള്ള ഇമ്പോർട്ട് ടാക്സ് വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എടുത്തിരുന്നത്. ആ സന്ദർഭത്തിൽ കുറയ്ക്കാനെടുത്ത തീരുമാനത്തെ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നതുകൊണ്ടാണ് ഈ രംഗത്ത് ശക്തമായ എതിർപ്പുമായി കേരള കോൺഗ്രസ് നിലകൊള്ളുന്നത്. ഇപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം ഏതാണ്ട് 1 ലക്ഷം ടൺ റബ്ബർ വിദേശത്ത് ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയാണ്. 1 ലക്ഷം ടൺ റബ്ബർ ഇറക്കുമതി ചെയ്താൽ നമ്മുടെ ആഭ്യന്തര വിപണി വില തകരാറിലാകും. ആകമാനം വിപണി തകരാറിലാകും എന്നതാണ് സത്യം. ആ നിലയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. ഇന്ന് വ്യവസായികളെ കൊണ്ട് റബ്ബർ ഇറക്കുമതി ചെയ്യിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടുള്ളതല്ല. അത് പിൻവലിക്കണം എന്ന് തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ സമീപനം. നേരത്തെ ഉണ്ടായിരുന്ന ഇമ്പോർട്ട് ടാക്സ് അത് കൂട്ടണമെന്നാണ് കേരള കോൺഗ്രസിൻ്റെ ആവശ്യം. പക്ഷേ അത് കൂട്ടിയില്ലെങ്കിലും ശരി, ആ നിലയിലേക്ക് നിലവിൽ ഇന്ത്യയിലുണ്ടായിരുന്ന റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കത്തിൻ്റെ ആ സ്ഥിതിയിലേക്കെങ്കിലും എത്തിക്കുന്നതിന് വേണ്ടി ഇമ്പോർട്ട് ടാക്സ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നതിരെ കേരള കോൺഗ്രസ് സമരം നിൽക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ.